വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. SUT ആശുപത്രിയിൽ ചികിത്സയിലാണ് വി.എസ്. ഉള്ളത്. കഴിഞ്ഞ 29 ദിവസമായി SUTയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വി.എസിനെ. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ചികിത്സാ രീതികൾ ഓടൊക്കെ അദ്ദേഹം പ്രതികരിക്കുന്നൊരു അവസ്ഥയുണ്ടായി. ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ചികിത്സയൊക്കെ അദ്ദേഹത്തിന് തുടരുകയും ചെയ്യുകയായിരുന്നു. 102 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം. പ്രായാധികം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്. സ്ട്രോക്കൊക്കെ നേരത്തെ തന്നെ ഉണ്ടായതാണ്. പിന്നാലെയാണ് SUTയിൽ പ്രവേശിപ്പിക്കുന്ന ഇപ്പോൾ ജൂൺ 21-ാം തീയതി പ്രവേശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ ഉള്ള CPM നേതാക്കളൊക്കെ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്. മെഡിക്കൽ ബോർഡ് യോഗവും ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അനന്തൻ, ഈ മെഡിക്കൽ ബോർഡ് യോഗത്തിൽ SUTയിൽ നിന്നുള്ള ഡോക്ടർമാർ മാത്രമാണോ ഉള്ളത്, അതോ നേരത്തെ മുൻപ് യോഗം ചേർന്ന സമയത്ത് മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടർമാരൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു? അങ്ങനെ മറ്റ് ഡോക്ടേഴ്സ് ഈ മെഡിക്കൽ ബോർഡ് യോഗത്തിന്റെ ഭാഗമാകുന്നുണ്ടോ? അക്ഷയ, വി.എസ്. അച്യുതാനന്ദനെ SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പരിശോധനകൾക്കും അദ്ദേഹത്തിന്റെ ആരോഗ്യനില വിലയിരുത്തുന്നതിനുമായി ഒരു ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തെ തന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. ആ ഡോക്ടർമാരെല്ലാം ഈ ആശുപത്രിയിൽ ഇപ്പോൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ അല്പം ഒരു ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സ്ഥിതി ഉണ്ടായപ്പോഴാണ് ഡോക്ടർമാരൊക്കെ എത്തുകയും രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ചികിത്സാ രീതികൾ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ വിലയിരുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അത് രാവിലെ മുതൽ തന്നെ ഒരു അല്പം സീരിയസ് സിറ്റുവേഷനിലേക്ക്, അതല്ല അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ ഒരു അദ്ദേഹത്തിന്റെ ചികിത്സാ രീതികളോട് പ്രതികരിക്കാത്ത അല്ലെങ്കിൽ ആ രീതിയിലൊരു മാറ്റം ഉണ്ടായിരുന്നു. അത് അപ്പോഴാണ് ഒരു ആശങ്ക ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ ഡോക്ടർമാരൊക്കെ അദ്ദേഹത്തിന്റെ ചികിത്സാ നടപടികൾ വിലയിരുത്തുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് ഒരു 20 മിനിറ്റ് മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിലേക്ക് എത്തിയത്. അതിനൊപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ആശുപത്രിയിലേക്ക് എത്തി. അതിന് പിന്നാലെയാണ് KN ബാലഗോപാൽ മന്ത്രി എത്തിയത്. ഒപ്പം SRPയും എത്തിയത്. ഈ നേതാക്കളൊക്കെയാണ് ഇപ്പോൾ ആശുപത്രിയിൽക്കകത്ത് ഉള്ളത്. അവർ നിശ്ചയിച്ച പ്രകാരം ഇന്ന് വരികയായിരുന്നു ആശുപത്രിയിലേക്ക്, അതോ ഇങ്ങനെ പെട്ടെന്ന് ആരോഗ്യനിലയിൽ മാറ്റം ഉണ്ടായതിനെ തുടർന്നാണോ മുഖ്യമന്ത്രി എത്തിയത്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇവിടുത്തെ ഒരു സ്ഥിതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് ആരോഗ്യനില പോയപ്പോഴായിരിക്കും, അങ്ങനൊരു ആ സ്ഥിതി എത്തിയപ്പോഴാവണം മുഖ്യമന്ത്രി CPM സംസ്ഥാന സെക്രട്ടറിയും ഇങ്ങോട്ടേക്ക് വന്നതെന്നാണ്. നേരത്തെ മുഖ്യമന്ത്രി ഇവിടെ സന്ദർശിക്കാൻ വേണ്ടി അദ്ദേഹം എത്തിയിരുന്നു. ആ സമയത്ത് അധിക നേരം ആ സന്ദർശനം നീണ്ടിരുന്നില്ല. വന്നു വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം കുടുംബാംഗങ്ങളുമായി സംസാരിച്ച ശേഷം മടങ്ങുകയുമാണ് ഉണ്ടായത്. പക്ഷേ ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി വന്നിട്ട് ഏതാണ്ട് 15-20 മിനിറ്റ് ആകുന്നു. അദ്ദേഹം പുറത്തേക്ക് വന്നിട്ടില്ല. ഒപ്പം പാർട്ടി സെക്രട്ടറിയും അകത്തേക്ക് വന്നിട്ടില്ല. അതിനൊപ്പം തന്നെ ഡോക്ടർമാരും അവിടെയുണ്ട്. ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. ആ മെഡിക്കൽ ബോർഡ് യോഗം അദ്ദേഹത്തിന്റെ ആരോഗ്യനില, ഇപ്പോഴത്തെ ആരോഗ്യനില സംബന്ധിച്ചൊരു വിലയിരുത്തലിലേക്ക് എത്തും. ഏതായാലും പുറത്ത് വി.എസിന്റെ ഒരു കാലത്തെ സന്തത സഹചാരികളായിരുന്ന ആൾക്കാരൊക്കെ ഈ ആശുപത്രിക്ക് പുറത്ത് നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടുത്തെ ഒരു സ്ഥിതി, ഇവിടുത്തെ ഒരു ആശുപത്രിയുടെ അന്തരീക്ഷം കാണുമ്പോൾ അവർക്ക് വലിയ ആശങ്കയുമുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ വളരെ വിഷമിതരുമാണ്. വി.എസ്. അച്യുതാനന്ദൻ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ആ ആശുപത്രിക്ക് പുറത്ത് അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തപ്പോൾ മുതൽ ഇവിടെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില യുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പം ഒരു കാലത്ത് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ആ ആൾക്കാരൊക്കെ ഇവിടെ ഈ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില പരീക്ഷിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം നിരീക്ഷിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ മുഖ്യമന്ത്രി KN ബാലഗോപാൽ, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ അകത്തേക്ക് പോയിട്ട് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മെഡിക്കൽ ബോർഡ് ചേർന്ന് അവരുടെ ഒരു ഡോക്ടർമാരുടെ ഒരു വിലയിരുത്തൽ, ആ വിലയിരുത്തൽ അതെന്താണ് എന്ന് അറിഞ്ഞ ശേഷമാകും അവർ പുറത്തേക്ക് വരിക എന്നാണ്. ഏതായാലും അകത്തെ ഇപ്പോൾ ഈ SUT ആശുപത്രിയിലെ ജീവനക്കാരൊക്കെ ആ മുഖ്യമന്ത്രിയൊക്കെ ഉള്ള മുറിയുടെ പുറത്ത് അവരിങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. ഏതായാലും ഒരു ആശങ്കയുടെ നിഴലുകൾ എല്ലാവരുടെയും മുഖത്ത് ഇവിടെയുണ്ട്. കാരണം 29 ദിവസമായി വി.എസ്. അച്യുതാനന്ദൻ മുൻ മുഖ്യമന്ത്രി, CPM-ന്റെ സമുന്നതനായ നേതാവ്, CPM-ന്റെ സ്ഥാപക നേതാവ്, ഇപ്പോൾ VM സുധീരൻ, കോൺഗ്രസ് നേതാവ് VM സുധീരൻ ഇപ്പോൾ ആശുപത്രിയിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹം വി.എസിനെ സന്ദർശിക്കാൻ തന്നെയാണ് വന്നത്. വി.എസ്. എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം, എവിടെയാണ് ആ മുറി എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം അകത്തേക്ക് പോകുന്നത്. ഏതായാലും കൂടുതൽ നേതാക്കൾ ആശുപത്രിയിലേക്ക് വരുന്നു. എല്ലാവരുടെയും മുഖത്ത് ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി, ധനമന്ത്രി KN ബാലഗോപാൽ, മുതിർന്ന
കമ്മ്യൂണിസ്റ്റ് നേതാവ് CPM നേതാവ് SRP എസ് രാമചന്ദ്രൻ പിള്ള എന്നിവർ ആശുപത്രിയിലെത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിലെത്തിയിട്ട് ഇപ്പോൾ ഏകദേശം 15-20 മിനിറ്റ് സമയം പിന്നിടുകയാണ്. നേരത്തെ അനന്തൻ സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രി മുൻപ് ആദ്യം വന്ന് VS-നെ കണ്ട സമയത്ത് വന്നു, കുടുംബാംഗങ്ങളെ കണ്ടു, ആശ്വസിപ്പിച്ച ശേഷം സംസാരിച്ച ശേഷം അദ്ദേഹം തിരികെ പോവുകയായിരുന്നു ഉണ്ടായത്. ഇന്നിപ്പോൾ 20 മിനിറ്റ് നേരമായി അദ്ദേഹം ആശുപത്രിക്ക് അകത്തുണ്ട്. മെഡിക്കൽ ബോർഡ് യോഗം SUT-യിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. VS-ന്റെ ആരോഗ്യനിലയെപ്പറ്റി യോഗം ചേരുന്നു. എന്താണെന്നതിനെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് ആ യോഗത്തിന് ശേഷമായിരിക്കും ലഭ്യമാവുക. കൂടുതൽ CPM പ്രവർത്തകരൊക്കെ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് നേതാവ് VM സുധീരനാണ് അല്പസമയം മുൻപ് ആശുപത്രിയിലേക്ക് കയറിപ്പോയത്. VS എവിടെയെന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചാണ് അദ്ദേഹം അകത്തേക്ക് കയറുന്നത് എന്നുള്ള വിവരവും അനന്തൻ നൽകുന്നു. വീണ ജോർജ് ആരോഗ്യമന്ത്രി ആശുപത്രിയിലേക്ക് എത്തുന്നു. CPM-ന്റെ നേതാക്കളും മന്ത്രിമാരുമൊക്കെ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.